ആവിലായിലെ തെരേസയ്ക്ക് ചിത്രശലഭങ്ങളോട് അതീവ താല്പര്യമായിരുന്നു. വർണ്ണച്ചിറകുകൾ വച്ച് ഇങ്ങനെ പാറി പാറി നടക്കുന്നതും പൂക്കളിൽ പൂന്തേൻ നുകരുവാൻ ചെല്ലുന്നതും അങ്ങനെ പുഷ്പസുഗന്ധം ആസ്വദിക്കുന്നതുമെല്ലാം ഇവളിങ്ങനെ കൗതുകത്തോടെ നോക്കിക്കാണുമായിരുന്നു. തൻ്റെ സന്യാസ ഭവനത്തിലെ സഹസഹോദരിമാരുമായി അവൾ പറയുമായിരുന്നു, നമ്മുടെയും ജീവിതം ഇങ്ങനെ വർണ്ണച്ചിറകുകൾ വച്ച് ഉയർന്നു പറക്കുവാനുള്ളതാണ്. ദൈവസ്നേഹത്തിൻ്റെ പുഷ്പപരിമളം ആസ്വദിക്കുവാനും പരസ്പര സ്നേഹത്തിൻ്റെ പൂന്തേൻ നുകർന്ന് ജീവിക്കുവാനുമുള്ളതാണ് നമ്മുടെയും ജീവിതം. യഥാർത്ഥത്തിൽ ഒരു ചിത്രശലഭം ഇങ്ങനെ വർണ്ണച്ചിറകുകൾ വച്ച് ഉയർന്ന് പറക്കണമെങ്കിൽ, പൂക്കൾ തോറും നടന്ന് പൂന്തേൻ നുകരണമെങ്കിൽ, പുഷ്പപരിമളം ഇങ്ങനെ ആസ്വദിക്കണമെങ്കിലൊക്കെ അതിനു മുൻപ് വലിയ ഒരു ത്യാഗം എടുക്കേണ്ടതുണ്ട്. ആദ്യം ചെറിയ ഒരു മുട്ടയിൽ നിന്നും അതിൻ്റെ സൗകര്യപ്രദമായ ആ കൊച്ചു ഭവനത്തിൽ നിന്ന് വിടർന്ന് ചെറിയ ഒരു പുഴുവായിത്തീരണം, ഒരു കാറ്റർപില്ലർ. ഈ പുഴുവാണ് സാവധാനം ഇങ്ങനെ പ്യൂപ്പയായി കൊക്കൂൺ ദശയിൽ ഇരുന്ന് ദിനരാത്രങ്ങൾ എന്തോ ഒരു ധ്യാനത്തിലെന്നോളം അങ്ങനെ കാത്തിരുന്ന് സാവധാനം ഈ ബാഹ്യ കവചം പൊട്ടി വിടരുമ്പോഴാണ് വർണ്ണച്ചിറകുകളുള്ള ചിത്രശലഭമായി തീരുക. അപ്പോഴാണ് ഇങ്ങനെ പറന്ന് നടക്കുവാനും പുഷ്പങ്ങൾ തോറും നടക്കുവാനും പറക്കുവാനുമൊക്കെ അതിന് സാധിക്കുക. ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ആവിലായിലെ അമ്മ ത്രേസ്യ തൻ്റെ സഹോദരങ്ങളെ പ്രചോദിപ്പിച്ചതും തൻ്റെ തന്നെ ജീവിതം ഇങ്ങനെ ഉയർന്നു പറക്കാൻ ദൈവസ്നേഹത്തിലായിരിക്കുവാൻ പരിശ്രമിച്ചതും. വളരെ പ്രസിദ്ധമായ ഒരു കൃതിയുണ്ട്, ട്രീന പൗലൂസ് എഴുതിയ ഹോപ്പ് ഫോർ ദ ഫ്ലവേഴ്സ് എന്ന ഗ്രന്ഥം. പുഷ്പങ്ങൾക്ക് വേണ്ടി പ്രത്യാശിക്കുക, ഹോപ്പ് ഫോർ ദ ഫ്ലവേഴ്സ്. അത് യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ഈ വ്യഗ്രതകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ, ഈ തിരക്കുകളുടെ ലോകത്തിൽ നിന്ന് അകന്നുമാറി ഏകാന്തതയിൽ പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ ചെലവഴിച്ചുകൊണ്ട് ജീവിതം ഇങ്ങനെ ഒരു ചിത്രശലഭം പോലെ വർണ്ണച്ചിറകുകൾ വച്ച് ഉയർന്നു പറക്കുവാൻ, അങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ മഹത്വം കൂടുതൽ അനുഭവിക്കുവാനുള്ള പ്രചോദനം നൽകുന്ന ഒരു ഗ്രന്ഥമാണ്, ചെറിയൊരു ഗ്രന്ഥം. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുക പൗലോസ് അപ്പോസ്തലൻ റോമാർക്കൊക്കെ എഴുതിയ ലേഖനം 8-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ ഈ മഹത്വത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കണമെങ്കിൽ അതിനു മുൻപിൽ ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ചില പാതകൾ പിന്തുടരേണ്ടി വരും. അങ്ങനെ അപ്രകാരമുള്ളൊരു ഘട്ടത്തിലൂടെ അറിഞ്ഞ് കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യജീവിതം കൂടുതൽ മഹത്വത്തിൽ, സമ്പന്നതയിൽ, ഐശ്വര്യത്തിൽ ആയിത്തീരുക. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളോടും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും
നമ്മുടെ ശരീരങ്ങളെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. അങ്ങനെ ഈ പുത്രത്വലബ്ധി, മഹത്വത്തിൻ്റെ അനുഭവം മനുഷ്യൻ അനുഭവിക്കണമെങ്കിൽ ഈ ഒരു ത്യാഗത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടന്നു പോകണം എന്നാണ് ട്രീന പൗലോസ് ഈ ഹോപ്പ് ഫോർ ദ ഫ്ലവേഴ്സ് എന്ന പുസ്തകത്തിൽ അതിശ്രദ്ധേയമായി വിവരിക്കുക. യഥാർത്ഥത്തിൽ ഇത് ഒരു മനുഷ്യൻ നേരിടേണ്ട, ഏറ്റെടുക്കേണ്ട ഒരു വെല്ലുവിളിയുടെ കഥ കൂടിയാണ്. ഏറെ രസാവഹമാണ് അതിൻ്റെ ഇതിവൃത്തം, അതോടൊപ്പം തന്നെ ഏറെ പ്രചോദനാത്മകവും. അതായത് ഒരു ചെറുപുഴു, ഇങ്ങനെ വരയും ഒക്കെയുള്ള ഒരു പുഴു അതിൻ്റെ ആ മുട്ടത്തോടിൽ നിന്ന് പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ അത് ചുറ്റുമുള്ള ഈ ലോകത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. വിശാലമായ ലോകം. അതിന് ഈ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കഠിനമായ വിശപ്പ് തോന്നുകയാണ്. അത് പിറവിയെടുത്ത ആ ഒരു കൊച്ച് ഇല കടിച്ചു തിന്നാൻ തുടങ്ങി. കലശലായ വിശപ്പ്. അങ്ങനെ ആ ഇല, പിറന്നു വീണ ആ പച്ചില തിന്നതിന് ശേഷം ഈ പുഴു നുരച്ച് അടുത്ത ഇലയിൽ ചെല്ലുന്നു. അവിടെയും ആ ഇലയും തിന്ന് അടുത്ത ഇലയ്ക്ക് മാറുന്നു. അങ്ങനെ ആ വിശപ്പ് ശമിപ്പിക്കുവാൻ പറ്റുന്ന വിധത്തിൽ അത് ഇങ്ങനെ ഭക്ഷിക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ ഭക്ഷിച്ച് അത് വലുതായി തിമിർത്ത് കടന്നു വരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ പലത് കഴിയുമ്പോൾ എല്ലാ ദിവസവും, ദിവസത്തിലെ മണിക്കൂറുകൾ മുഴുവൻ ഇങ്ങനെ വിശപ്പ് ശമിപ്പിക്കുവാൻ വേണ്ടി ഭക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രം വ്യാപൃതനായി കഴിഞ്ഞപ്പോൾ ഈ വരയൻ പുഴു, സ്ട്രൈപ്പ്, പെട്ടെന്ന് ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ തിന്ന് തീർക്കാനുള്ളതാണോ? എൻ്റെ ജീവിതത്തിന് മറ്റെന്തെങ്കിലും കാര്യം കൂടെയില്ലേ? ഇപ്രകാരം ഈ ഭക്ഷിക്കുക, ഉറങ്ങുക, ഇപ്രകാരമുള്ള ഈ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന് ഞാൻ ചിന്തിക്കേണ്ടതല്ലേ എന്ന് ഈ വരയൻ പുഴു ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് അത്രയും നാൾ തനിക്ക് തണലും സുരക്ഷിതത്വം നൽകിയ ആ ചെറിയ മരത്തിൽ നിന്ന് സാവധാനം ഇത് താഴേക്ക് നുരച്ചിറങ്ങുന്നത്. താഴേക്ക് ചെന്നപ്പോൾ വിവിധ തരത്തിലുള്ള പുല്ലുകൾ, കല്ലുകൾ, തിരക്കിട്ട് ഓടുന്ന ഉറുമ്പുകൾ, തന്നെപ്പോലെ തന്നെ നുരയുന്ന പുഴുക്കൾ, മറ്റു തരത്തിലുള്ള ചെറുജീവികൾ, ഇതിനെ ഒക്കെ കാണുന്നു. എല്ലാവരും തിരക്കാണ്. എല്ലാവർക്കും മറ്റുള്ളവരോടൊന്ന് സംസാരിക്കാൻ, മുഖത്തേക്കൊന്ന് നോക്കി ഒന്ന് ഗ്രീറ്റ് ചെയ്യാൻ ഒന്നിനും സമയമില്ല. ആർക്കും അതിനുള്ള അവസരവുമില്ല. എല്ലാവരും തിരക്ക്. അങ്ങനെ സാവധാനം ഈ വരയൻ പുഴു നുരച്ച് പോകുമ്പോൾ തൻ്റെ പോലെയുള്ള കുറേയധികം മറ്റു പുഴുക്കളെയും കാണുന്നു. ഒരു പുഴുക്കളുടെ കൂട്ടം. ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് വെറുതെ ഒരു കൂട്ടം മാത്രമല്ല, ഈ കാറ്റർപില്ലർ എല്ലാം, ഈ പുഴുക്കളെല്ലാം ഒരുമിച്ച് കൂടി ഒരു തൂണുപോലെ, ഒരു കാറ്റർപില്ലർ രൂപീകൃതമായിരിക്കുന്നു. അങ്ങനെ ഈ പുഴുക്കളുടെ തൂണിന് അടുത്തേക്ക് ഈ വരയൻ പുഴുവും നുരച്ച് ചെല്ലുന്നു. അപ്പോഴാണ് നോക്കുന്നത്, ഓരോ പുഴുവും ഇങ്ങനെ തിരക്കാണ് ഈ പില്ലറിൻ്റെ, ഈ തൂണിൻ്റെ മുകളിലേക്ക് പോകുവാൻ. വേഗം ഈ വരയൻ പുഴുവും ഈ സ്ട്രൈപ്പും അതിനോടൊപ്പം ചേരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു തിരക്ക് വിട്ട് ഒരു പുഴു മറ്റേയാളുടെ തോളത്ത് ചവിട്ടി തലയിൽ കയറി ഇങ്ങനെ ഈ തൂണിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. വരയൻ പുഴുവും അവരോടൊപ്പം കൂടുന്നു. അങ്ങനെ മണിക്കൂറുകൾ, ദിനരാത്രങ്ങൾ ഈ തൂണിൻ്റെ മുകളിലേക്ക് കയറുവാൻ പരിശ്രമിക്കുകയാണ് ഈ വരയൻ പുഴു. അങ്ങനെ പല ദിവസങ്ങൾ ചെലവഴിച്ചപ്പോൾ ഈ വരയൻ പുഴു ചോദിക്കുന്നു, എന്താണ് ഈ തൂണിൻ്റെ മുകളിൽ, ഈ പില്ലറിൻ്റെ മുകളിൽ എന്താണ്? ആർക്കും ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ സമയമില്ല. തിരക്ക്. ഇങ്ങനെ തിരക്കും പിടിച്ച് ഒരാളുടെ തോളത്ത് ചവിട്ടി തലയിൽ കയറി മുകളിലേക്ക് കയറുകയാണ് ഓരോ പുഴുവും. അപ്പോഴും ഒരു ദിവസം ഈ വരയൻ പുഴു പറഞ്ഞു, ഇങ്ങനെ ഞാൻ എവിടെയാണ് ചെല്ലുന്നതെന്ന് ഒരു ലക്ഷ്യമില്ലാതെ, ഈ തൂണിൻ്റെ മുകളിൽ എന്താണെന്നറിയാതെ ഞാൻ എന്തിന് എൻ്റെ ജീവിതം പാഴാക്കുന്നു എന്നിങ്ങനെ ആത്മഗതം പറയുമ്പോൾ തൊട്ടടുത്ത് ഒരു മഞ്ഞപ്പുഴു
യെല്ലോ ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? അല്ല, നാം ഈ പോകുന്ന ഈ തൂണിൻ്റെ മുകളിൽ എന്താണ്? എനിക്കൊരു പിടിയുമില്ല. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. എല്ലാവരും ഇങ്ങനെ തിക്കി തിരക്കി മുകളിലേക്ക് കയറുന്നു, ഞാനും കയറുന്നു. എന്താണ് അവിടെ? ഒരു പിടിയുമില്ല. അങ്ങനെ വീണ്ടും അവർ കയറുവാൻ പരിശ്രമിക്കുന്നു. അപ്പോൾ ചോദിച്ചു, നമ്മൾ മുകളിലെത്തിയോ? ഏതായാലും അപ്പോൾ മറുപടി പറഞ്ഞു, നാം ഏതായാലും താഴെയല്ല, മുകളിലെത്തിയിട്ടുമില്ല, മിക്കവാറും മധ്യഭാഗത്ത്. ഇനി എത്ര ദിവസം കഴിയണം? ഒരു പിടിയുമില്ല. അങ്ങനെ ഈ തൂണിൻ്റെ മുകളിൽ കയറുവാനുള്ള ഈ വ്യർത്ഥമായ പരിശ്രമത്തിന് ഇടയിൽ ഈ യെല്ലോയും സ്ട്രൈപ്പും ഈ വരയൻ പുഴുവും മഞ്ഞപ്പുഴുവും അവിടെ നിന്ന് മാറുന്നു. ഈ മഞ്ഞപ്പുഴു രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ വരയൻ പുഴു വീണ്ടും തിരികെ പോവുകയാണ് ഇതിൻ്റെ മുകളിൽ കയറുവാൻ. മഞ്ഞപ്പുഴു അവിടെ അങ്ങനെ വിശ്രമിക്കുമ്പോൾ നുരച്ച് ചെല്ലുന്ന അവസരത്തിൽ മറ്റൊരു പുഴു തൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു ആവരണം തീർക്കുന്നത് പോലെ തോന്നി. അവിടെ ചെന്ന് ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെ ഒരു തവിട്ട് നിറത്തിലുള്ള ഈ ഒരു പുതപ്പ് പുതച്ച് ഇങ്ങനെ കഴിയുവാൻ തുടങ്ങുന്നത്? എന്താണ് ഈ ആവരണം തീർക്കുന്നത്? അപ്പോൾ ആ പുഴു ഈ മഞ്ഞപ്പുഴുവിനോട് പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ഒരു ചിത്രശലഭമുണ്ട്. ഇപ്രകാരം നാം ഈ തിരക്കിൽ നിന്നെല്ലാം അകന്നു മാറി ഈ ഒരു കവചത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഒരു ഏകാന്തതയുടെ അനുഭവത്തിലേക്ക് മാറ്റി ത്യാഗത്തോടുകൂടെ കഴിഞ്ഞാൽ മാത്രമേ നാം നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ചിത്രശലഭത്തെ കണ്ടെത്താനാവുകയുള്ളൂ, ആ ചിത്രശലഭമായി മാറാനാവുകയുള്ളൂ. ചിത്രശലഭമോ നമ്മുടെ ഉള്ളിലോ? യെല്ലോയിന് വിശ്വസിക്കാനായില്ല. സ്ട്രൈപ്പ് വീണ്ടും ഈ തൂണിൻ്റെ മുകളിൽ കയറുവാൻ വേണ്ടി പോയിരിക്കുകയാണ്. സ്ട്രൈപ്പ് വരുമ്പോൾ ഇത് പറയുവാൻ കാത്തിരിക്കുന്നതിന് പകരം യെല്ലോയും ഇതുപോലെ ഈ ഒരു കവചം പണിയുവാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത്, തൻ്റെ ഉള്ളിൽ ഇപ്രകാരം തനിക്ക് സുരക്ഷിതമായി പാർക്കുവാൻ പറ്റുന്ന ഈ ഒരു പുതപ്പ് പോലുള്ള കവചം തുന്നുവാനുള്ള കഴിവുണ്ടായോ എന്ന്. തൻ്റെ ഉള്ളിൽ ഇപ്രകാരം ഒരു ചിത്രശലഭമുണ്ടോ? ചോദ്യമായി. അങ്ങനെ പല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യെല്ലോ ഈ ഒരു കവചത്തിനുള്ളിലായി. ദിനരാത്രങ്ങൾ പലത് കൊഴിഞ്ഞപ്പോൾ സാവധാനം ഈ കവചം ഇങ്ങനെ പൊട്ടി വിടർന്നു. അതിൽ നിന്നും വർണ്ണച്ചിറകുകളുള്ള വർണ്ണമുള്ള ചിറകുകൾ വച്ച ഒരു ചിത്രശലഭം ഇതാ രൂപീകൃതമായി. ഈ ചിത്രശലഭം ഇങ്ങനെ പറന്ന് നടന്ന് പല പൂക്കളിലും തേൻ നുകർന്ന് വീണ്ടും ഈ പില്ലർ ഈ പുഴുക്കളുടെ തൂണിന് സമീപത്തെത്തി. അപ്പോഴാണ് സ്ട്രൈപ്പ് കാണുന്നത്. ഇതാ ഒരു മഞ്ഞ നിറത്തിലുള്ള ചിത്രശലഭം, അതും സ്വർണ്ണവർണ്ണമുള്ള ചിത്രശലഭം. അങ്ങനെ സ്ട്രൈപ്പും തൻ്റെ ജീവിതം വിട്ട് ചിന്തിക്കുവാൻ, ഈ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി തൻ്റെയും ജീവിതത്തിലുള്ള തൻ്റെയും ഭാവിക്ക് പറ്റിയ വിധത്തിലുള്ള ഒരു വർണ്ണച്ചിറകുകളുള്ള ഒരു ചിത്രശലഭമാകുവാൻ തീരുമാനമെടുത്ത് പിന്തിരിയുന്നു. ഒരുപക്ഷേ ട്രീന പൗലോസിൻ്റെ ഈ സുപ്രസിദ്ധമായ ഹോപ്പ് ഫോർ ദ ഫ്ലവേഴ്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ വ്യഗ്രതയുടെ ജീവിതത്തിന് ഇടയിൽ ഇപ്രകാരം ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി, ജീവിതത്തിൽ ഇങ്ങനെ ഉയർന്നു പറക്കുവാൻ, പൂന്തേൻ നുകർന്നുകൊണ്ട് പുഷ്പപരിമളം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ദൈവത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു വലിയ ചോദ്യവും വെല്ലുവിളിയുമാകാം. വിശുദ്ധ തോമസ് അക്വിനാസാണ് മനുഷ്യനെപ്പറ്റി ഇപ്രകാരം ഒരു നിർവചനം കൊടുക്കുന്നത്. അതിസ്വാഭാവിക ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന സാധാരണ ജീവിയാണ് മനുഷ്യൻ. അതിസ്വാഭാവിക ദൈവവിളി ലഭിച്ചിട്ടുള്ള സാധാരണ ജീവി. മാൻ ഈസ് എ നാച്ചുറൽ ബീയിങ് വിത്ത് എ സൂപ്പർ നാച്ചുറൽ വൊക്കേഷൻ എന്ന്. അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഇങ്ങനെ ആ അതിസ്വാഭാവികമായ ജീവിതത്തിൻ്റെ ഉടമയായി ദൈവത്തിലേക്ക്, ആ ദൈവത്തെ സ്വന്തമാക്കുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് വിശുദ്ധ തോമസ് അക്വേനാസ് നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്.
നമ്മുടെ ജീവിതം ഇങ്ങനെ ആ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർന്ന് പറക്കുവാനുള്ളതാണ്. ആ ദൈവിക സ്നേഹമാകുന്ന പൂന്തേൻ നുകർന്നുകൊണ്ട്, പരസ്പര സ്നേഹമാകുന്ന ഈ പുഷ്പസുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന് കൂടുതൽ മഹത്വം കൈവരിക്കാനാകുന്നു. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ കുമ്പസാരം കൺഫെഷൻസ് എന്ന ആ കൃതിയിൽ ഇപ്രകാരം പറഞ്ഞത്: ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങേയ്ക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങയിൽ വന്നു ചേരുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും. Thou hast made us for thyself, and our heart is restless until it finds its rest in thee. ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങേയ്ക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങിൽ അഭയം തേടുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങളിങ്ങനെ അസ്വസ്ഥമാണ്. ഇതാണ് 43-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നതും ധ്യാനിക്കുന്നതും. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ഈ ഒരു ആന്തരിക ദാഹം നാം തിരിച്ചറിയുകയും നമ്മുടെ ഹൃദയങ്ങൾ യഥാർത്ഥത്തിൽ ആശ്വാസം കണ്ടെത്തുന്നത് ആ ദൈവത്തിൽ അഭയം പ്രാപിക്കുമ്പോഴാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. 27-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യവും ഇപ്രകാരം ഉള്ള ഒരു യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്: ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാനും തന്നെ. അങ്ങനെ നമ്മുടെ ജീവിതം ആ ദൈവത്തിലേക്ക് അഭയം പ്രാപിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുമ്പോൾ ജീവിതത്തിന് പുതിയ ഒരു മഹത്വം അനുഭവിക്കാനാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു അന്ത്യ അത്താഴ വേളയിൽ ദൈവപിതാവിനോട് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധേയമാണ്. 17-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിനു വേണ്ടിയല്ല, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. അവർ അവിടത്തേക്കുള്ളവരാണ്. ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിന് വേണ്ടിയുള്ളവരാണ്, ദൈവത്തിലേക്ക് ചെന്നു ചേരുവാനുള്ളവരാണ്. ആ ദൈവത്തിലേക്ക് ചെന്നു ചേരുമ്പോഴാണ്, ദൈവത്തെ സ്വന്തമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളകന്ന് ആശ്വാസം അനുഭവിക്കാനാകുക, ജീവിതത്തിലെന്നും സംതൃപ്തി നേടുവാനാകുക. ഈ പ്രാർത്ഥനയിൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ തന്നെ നാം വീണ്ടും കർത്താവിൻ്റെ ആ പ്രാർത്ഥനയിൽ കാണുന്നു: എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. നമ്മുടെ ആരുടെയും ജീവിതം ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ച് ഈ ലോകത്തിൽ തീർന്നു പോകുവാനുള്ളതല്ല. പ്രത്യുത നമ്മുടെ ജീവിതം ഈ ലോകത്തിലെ ഈ യാത്രയ്ക്ക് ശേഷം ദൈവവുമായി വലയം പ്രാപിക്കുവാനുള്ളതാണ്. ഇത് ജീവിതത്തിൻ്റെ അവസാനത്തിൽ മാത്രം സംഭവിക്കേണ്ടതല്ല. അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം നാം തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ഈ പ്രാർത്ഥനയിൽ കർത്താവ് തുടർന്നും പ്രാർത്ഥിക്കുക: അവരെ അങ്ങ് സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ. ഇങ്ങനെ ഈ സത്യത്തിലുള്ള ആ വിശുദ്ധീകരണം ഈ ലോകത്തിലുള്ള മറ്റ് കാര്യങ്ങളെല്ലാത്തിനേക്കാൾ കൂടുതൽ ആ വിശുദ്ധിയിലേക്കുള്ള വളർച്ച, അതിനുവേണ്ടിയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അന്ത്യത്താഴ സമയത്ത് പ്രാർത്ഥിക്കുക. വിശുദ്ധ തോമസ് അക്വേനസിന് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ആകുന്ന സത്യം അറിയുന്നതിനും ആ സത്യത്തെ പ്രഘോഷിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പുസ്തകങ്ങൾ എഴുതി അത്
മറ്റുള്ളവർക്ക് പ്രബോധിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടിയുള്ളതായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായത്രേ. ഒരുപക്ഷെ അദ്ദേഹം എഴുതിയ കൃതികളെല്ലാം ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്ന് ആയി വച്ചാൽ അദ്ദേഹത്തെക്കാൾ ഉയരത്തിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇത്രയധികം ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, ത്യാഗമെടുക്കുമ്പോൾ, തോമസ് അക്വിനാസിന് ഒരു ദിവസം ക്രൂശിതനായ ക്രിസ്തു ഒരു ദർശനം കൊടുക്കുന്നു. യേശു ചോദിച്ചു, ഇത്രയധികം തോമസേ, നീ എനിക്ക് വേണ്ടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നിൻ്റെ ആഗ്രഹം? തോമസ് അക്വിനാസ് പറഞ്ഞു, കർത്താവേ, എനിക്കങ്ങ് മതി, അതുമാത്രം മതി. നത്തിങ് ബട്ട് യുവർ സെൽഫ്. വേറെ ഒന്നും വേണ്ട ദൈവമേ, അങ്ങ് മാത്രം. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ദൈവത്തെ വിലയം പ്രാപിക്കുവാൻ, ദൈവത്തിലായിരിക്കുവാൻ, അതാണ് ആശ്വാസം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ സോളമൻ രാജാവിനോട് ദൈവം ചോദിക്കുന്നു, നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണമെന്നാണ് നിൻ്റെ ആഗ്രഹം? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങളിൽ. അപ്പോൾ സോളമൻ്റെ മറുപടി ഇതാണ്: നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. അങ്ങനെ സോളമൻ തൻ്റെ ജീവിതത്തിൽ ആവശ്യപ്പെടുക ഈ വിജ്ഞാനത്തിനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വിശുദ്ധ അമ്മ ത്രേസ്യ തൻ്റെ മിസ്റ്റിക് കവിതകളിലൊന്നിൽ ഇപ്രകാരം എഴുതിയത്: ഗോഡ് അലോൺ സഫൈസസ്. ദൈവം മാത്രം മതി. ലെറ്റ് നത്തിങ് ട്രബിൾ യു. ഒന്നും നിന്നെ നൊമ്പരപ്പെടുത്താതിരിക്കട്ടെ. നത്തിങ് സ്കെയർ യു. നിന്നെ ഒന്നും അപകടപ്പെടാതിരിക്കട്ടെ. ഓൾ ഈസ് ഫ്ലീറ്റിംഗ്. എല്ലാം കടന്നു പോകുന്നു. ഗോഡ് അലോൺ ഈസ് അൺചേഞ്ചിങ്. ദൈവം മാത്രമാണ് മാറ്റമല്ലാത്തതായി നിലകൊള്ളുന്നത്. പേഷ്യൻസ്. ക്ഷമയോടെ ആയിരിക്കുക. എവറിതിങ് ഒബ്റ്റെയിൻസ്. എല്ലാം നിനക്ക് സംലബ്ധമാകും. ഹു പൊസസസ് ഗോഡ്. ദൈവം സ്വന്തമാക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് എല്ലാം സ്വന്തമാകും. നത്തിങ് വോൺസ്. മറ്റൊന്നും ആവശ്യമില്ല. ഗോഡ് അലോൺ സഫൈസസ്. ദൈവം മാത്രമാണ് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആവിലായിലെ അമ്മ ത്രേസ്യ പ്രാർത്ഥനയെപ്പറ്റി എഴുതുന്ന സ്ഥലത്ത് സുഹൃത സരണിയിൽ പറയുക: പരസ്നേഹം, സമസ്ത സൃഷ്ടികളോടുള്ള നിസ്സംഗത, എളിമ. ഈ 3 കാര്യങ്ങൾ ദൈവമേ എനിക്ക് തരിക എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ അസ്വസ്ഥതകളുടെയും വ്യഗ്രതകളുടെയും അവസ്ഥയിൽ നിന്ന് ദിവസത്തിൻ്റെ ഏതാനും നിമിഷങ്ങളിലെങ്കിലും പ്രാർത്ഥനയിൽ, നിശബ്ദതയിൽ ചിലവഴിക്കുവാനും അങ്ങനെ ആ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയരുവാനും, ചിത്രശലഭങ്ങളെപ്പോലെ വർണ്ണച്ചിലകുകളിൽ ഉയർന്നു പറങ്ങുവാൻ, ആ പൂന്തേൻ നുകർന്നുകൊണ്ട് പുഷ്പസുഗന്ധമാകുന്ന പരസ്നേഹത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് കൂടുതൽ ചരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങയ്ക്ക് വേണ്ടിയാണ്. അങ്ങിലായിരിക്കുന്നത് വരെ എന്നും ഞങ്ങളുടെ ജീവിതം, ഹൃദയം അസ്വസ്ഥമാണ്. അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ, അനുദിനം അങ്ങയുടെ ആസാന്ത്വനം, സ്നേഹം, സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, അങ്ങ് മാത്രം. അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ, അങ്ങയുടെ ആ വിജ്ഞാനം, വിവേകം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് വരം നൽകണമേ. പ്രിയമുള്ളവരെ, ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ശാന്തത കൈവരിക. അവിടത്തോടൊപ്പം ചരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാനാകുക. എന്നും ആ ദൈവത്തെങ്കിലേക്ക് വർണ്ണച്ചിറകളിൽ ഉയർന്നു പറക്കുവാൻ പരിശ്രമിക്കാം. അങ്ങനെ ജീവിതത്തിൻ്റെ ആ മഹത്വം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.